10ാം ക്ലാസ് മാത്സിലെ 4ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തു നിന്നുള്ള സ്ക്വയർ കംപ്ലീഷൻ എന്താണെന്ന്, സ്ക്വയർ കംപ്ലീഷൻ്റെ ജോമെട്രിക്കൽ പ്രൂഫ് എന്താണെന്നും അതിനെ തുടർന്ന് അതിൽ നിന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് മുമ്പ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ക്വയറിൻ്റെ സൈഡ്സ് എക്സ് ആണ്. അപ്പോൾ ഇനി ഈ ഒരു സ്ക്വയറിൻ്റെ ഈ സൈഡ് എക്സ് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് ഇവിടെ എ യൂണിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത്, ഈ ഒരു സൈഡ് എ യൂണിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത്, അതേപോലെ അപ്പം മേളിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത്. ഇനി ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു റെക്റ്റാങ്കിളാണ് കിട്ടിയിരിക്കുന്നത്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി, എക്സ് പ്ലസ് എ ആയി. ഈ എക്സും പിന്നെ ഈ എയും എക്സ് പ്ലസ് എ ആണ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എക്സ് പ്ലസ് എയും വിഡ്ത്ത് എക്സും ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മേൽഭാഗം, ഈ സൈഡാണ് എ യൂണിറ്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, ഇനി ഇവിടെ എ യൂണിറ്റ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എ യൂണിറ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, ഇവിടെ നിന്നും എ യൂണിറ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിളുണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിളുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ലെങ്ത് എക്സും ഈ ലെങ്ത് എയും ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ ഈ ലെങ്ത് എക്സും ഈ ലെങ്ത് എയും ആണ്. ഇനി നമുക്ക് നോക്കുക, ഇപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ സ്ക്വയർ ഇതാണ്, അതിപ്പോൾ ഇങ്ങനെയായി മാറി. അപ്പോൾ അതായത് ഇതൊരു റെക്റ്റാങ്കിളും അല്ല സ്ക്വയറും അല്ല. അപ്പോൾ ഇതൊരു സ്ക്വയർ ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഫില്ലായി കിട്ടിയാൽ ഇതൊരു സ്ക്വയർ ആവും. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഏരിയ നോക്കാം. ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ സൈഡ്സ് എക്സ് ആണ്, അപ്പോൾ അതിൻ്റെ ഏരിയ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ആണെങ്കിലോ ഈ സൈഡ് എക്സും ഈ സൈഡ് എയുമാണ്, അപ്പോൾ അതിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എ എക്സ്. അതേപോലെ തന്നെ ഇവിടെയും ഈ ലെങ്ത് എക്സ് ഈ ലെങ്ത് ഇ, അപ്പോൾ അത് എ എക്സ്. അപ്പോൾ ഇത്രയും ഏരിയ, ഈ 3 ഫിഗറിൻ്റെയും കൂടെ ഏരിയ ആയിരിക്കുമല്ലോ ഈ മൊത്തം ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ എക്സ്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2ax ഇത്രയുമായി. ഇനി ഇതിനെ ഒരു ഫുൾ സ്ക്വയർ ആക്കണമെങ്കിൽ, അതായത് ഈ സ്ക്വയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടെയും കൂടെ കുറച്ച് ഏരിയ വരണം. അതായത് നോക്കുക, ഇവിടെ ഈ ഒരു ചെറിയ സ്ക്വയർ, ഈ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് ഇവിടെ ഒരു ചെറിയ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ സ്ക്വയർ ആവും. ആദ്യത്തെ സ്ക്വയർ നമ്മൾ ഈ എ യൂണിറ്റ് അങ്ങോട്ട് നീട്ടി എ യൂണിറ്റ് ഇങ്ങോട്ട് നീട്ടി. അപ്പോൾ ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടുത്തെ ഈ ഏരിയയും കൂടെ വരണം. ഈ ഏരിയ, അപ്പോൾ അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. അതായത് ഈ സൈഡ് എ ആണ്, ഈ സൈഡും എ ആണ്. ഈ സൈഡ് എ ആവാൻ കാരണം നമ്മളിവിടെ എ ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്, അതേപോലെ ഇത് ഈ എക്ക് ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്, എ ഇൻറ്റു എ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയർ കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഇനി ബാക്കി ആഡ് ചെയ്യേണ്ടുന്ന ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പോൾ നേരത്തേതനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് 2ax വരെ നമുക്കായി, അതിൻ്റെ കൂടെ പ്ലസ് എ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ. അപ്പോൾ നമ്മുടെ സ്ക്വയർ കംപ്ലീറ്റ് ആവും. ഇവിടെ ഇപ്പോൾ ഈ വലിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് പ്ലസ് എ, ഇവിടെയും എക്സ് പ്ലസ് എ. അപ്പോൾ അതായത് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ, സൈഡ് ടു സൈഡ്, അതായത് എക്സ് പ്ലസ് എ സ്ക്വയർ. ഇനി അത് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് 2ax, അതായത് ഇവിടെ ഉള്ള ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ എ എക്സ് ആണ്, ഇത് എ എക്സ് ആണ്, അങ്ങനെ 2ax പ്ലസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ. ഇവിടെ നമ്മൾ ഈ ഒരു എ സ്ക്വയർ ആഡ് ചെയ്തപ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആയത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2ax നമുക്ക് ഇത്രയേ ഉള്ളായിരുന്നു, അതിൻ്റെ കൂടെ എ സ്ക്വയർ ആഡ് ചെയ്തപ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയത്. അപ്പോൾ അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2ax, അതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2a ആണ്. ഈ 2aയുടെ പകുതി, ഹാഫ് എന്ന് പറയുന്നത് എ ആണ്, അതിൻ്റെ സ്ക്വയറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2ax ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ആ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ
ഹാഫ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. The difference of the length of perpendicular sides of a right triangle is 10 centimeters. Its area is 72 square centimeters. Find the length of the perpendicular sides. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത്ത് തമ്മിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ഏരിയ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 72 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത്സ് തമ്മിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന്. അതായത് അതിൽ ചെറിയ സൈഡ് എക്സ് ആണെങ്കിൽ വലിയ സൈഡ് എക്സ് പ്ലസ് 10 ആയിരിക്കും. പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. അപ്പോൾ ഒന്ന് നമ്മൾ എക്സ് എന്നും ഒന്ന് എക്സ് പ്ലസ് 10 എന്നും എടുക്കുന്നു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ 72 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ്. ഈ ഏരിയ 72 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ലെങ്ത്ത്, ഹാഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10. ദ ബേസ് ദ ഹൈറ്റ് ഈസ് 72. അപ്പോൾ ഇനി നോക്കാം, ഈ 2 ഇങ്ങോട്ട് പോവാം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10 ഈസ് 72 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ നമുക്കിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 10x ഈസ് 144 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. അതിനായി എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് ഈ 10ൻ്റെ ഹാഫ്, അതായത് 5ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. ഇനി നോക്കാം, ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ 144 പ്ലസ് 5 സ്ക്വയർ 25 ആണ്. അതായത് 169 എന്ന് കിട്ടും. അതായത് എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ഈസ് 169. എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ഈസ് 169. നമുക്കറിയാം 13ൻ്റെ സ്ക്വയർ ആണ് 169. അപ്പോൾ എക്സ് പ്ലസ് 5 ഈസ്, ഇതിൻ്റെ റൂട്ട് എടുക്കുന്നു, ഇതിൻ്റെ റൂട്ട് 13 ആണ്. എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ 13 സ്ക്വയർ ആണെങ്കിൽ എക്സ് പ്ലസ് 5 13 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും 13 മൈനസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എക്സ് എന്ന് എടുത്തത് എന്തായിരുന്നു? ഒരു പെർപെൻഡിക്കുലർ സൈഡ് 8 ആണെങ്കിൽ മറ്റേത് 18 പ്ലസ് 10 8 പ്ലസ് 10 18 എന്ന് വരും. പെർപെൻഡിക്കുലർ സൈഡ്സ് എക്സും എക്സ് പ്ലസ് 10 ആയിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ എക്സ് നമുക്ക് 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 10, അതായത് 8 പ്ലസ് 10 18 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഇവിടെ നേരത്തെ പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 2019 SSLC മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ is 6 centimeters more than its breadth. Its area is 1216 square centimeters. Find its length. ഇവിടെ ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റേഴ്സ് മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ വീതിയേക്കാൾ 6 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും ലെങ്ത്ത്. അതുപോലെ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 1216 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ലെങ്ത്ത് ഈസ് 6 സെൻറ്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രെഡ്ത്ത് എക്സ് എന്നെടുക്കാം, ലെങ്ത്ത് എക്സ് പ്ലസ് 6 എന്നെടുക്കാം. ഇനി ക്വസ്റ്റ്യനിൽ ഏരിയ പറയുന്നുണ്ട് 1216 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതാണ് ഈ 1216. അതായത് നമ്മൾ എക്സും എക്സ് പ്ലസ് 6ഉം ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ആണ് 1216. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 6x ഈക്വൽ ടു 1216. ഇനിയാണ് നമുക്കിവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നതിനായി ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 6x എന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക, 6 ആണ്. അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ അതായത് 3യുടെ സ്ക്വയർ നമുക്ക് ഈ സൈഡിലും ആഡ് ചെയ്യാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് ഈ 6ൻ്റെ പകുതി
3 അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ ആഡ് ചെയ്യുന്നു. ഇവിടെ 3 സ്ക്വയർ ആഡ് ചെയ്തു, ഇവിടെയും 3 സ്ക്വയർ ആഡ് ചെയ്തു. ഇപ്പോൾ ഇത് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനായി. അപ്പോൾ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയറിന് ഇതിനെ എഴുതാം. ഇനി ഇവിടെ 1216 പ്ലസ് 9, അതായത് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1225 കിട്ടും. ഇനി നോക്കാം, എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈസ്, ഇത് ഏതിൻ്റെയെങ്കിലും സ്ക്വയർ ആണോ, നമുക്കത് എങ്ങനെ നോക്കാം. സ്ക്വയർ റൂട്ട് കാണുന്നതിന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാലും മതി. അതായത് 5, ഇവിടെ വീണ്ടും 5, ഇനി 7. അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ഇവിടെ 2 5-ൽ നിന്ന് ഒരു 5 എടുക്കാം. 2 7 ഉണ്ട്, അതിൽ നിന്ന് ഒരു 7, അതായത് 35ൻ്റെ സ്ക്വയർ ആണ് 1225 എന്ന് പറയുന്നത്. അപ്പോൾ അതായത് എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈസ് 35 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 ഈസ് ഇതിൻ്റെ റൂട്ട് 35. ഇനി 1225ൻ്റെ സ്ക്വയർ റൂട്ട് 35 എന്ന് പറയുമ്പോൾ അത് പ്ലസ് 35ഉം മൈനസ് 35ഉം ആവാം. ഇവിടെ നമ്മൾ ലെങ്ത്തിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് പ്ലസ് 35 തന്നെ എടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു ഈ -3 ഇങ്ങോട്ട് വരാം. അപ്പോൾ അതായത് 35 മൈനസ് 3 എക്സ് ഈസ് 32 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് ആയിരുന്നു എക്സ് എന്നെടുത്തത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് എന്നാണ് എടുത്തത്, നമുക്ക് 32 എന്ന് കിട്ടി. ലെങ്ത് എക്സ് പ്ലസ് 6 എന്നായിരുന്നു എടുത്തത്, അതായത് 32 പ്ലസ് 6 38 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു ആൻസർ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ SSLC എക്സാമിന് ചോദിച്ചതാണ്. ഇഫ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് 6x ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 6xനോട് എന്ത് കൂട്ടിയാലാണ് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്, അതായത് സ്ക്വയർ കംപ്ലീഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത, ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് 16 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ, വിച്ച് നമ്പർ ഈസ് എ. അവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ അടുത്തത്, ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് b ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ, പ്രൂവ് ദാറ്റ് a സ്ക്വയർ ഈസ് 4b. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 6x ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഏത് നമ്പർ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്, അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ, അതായത് 6ൻ്റെ പകുതി 3, അതിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആഡ് ചെയ്യേണ്ടുന്ന നമ്പർ 3 സ്ക്വയർ, അതായത് 9. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു എക്സ് സ്ക്വയർ പ്ലസ് 6x ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തന്നെ രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് 16 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ, വിച്ച് നമ്പർ ഈസ് എ. ഇതിവിടെ എ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം, അതായത് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എയുടെ ഹാഫ് a/2ൻ്റെ സ്ക്വയർ ആയിരിക്കണം 16. a/2ൻ്റെ സ്ക്വയർ ആണ് 16 എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എ കണ്ടുപിടിക്കാം. അതായത് a സ്ക്വയർ ബൈ 4 ഈസ് 16. അതിൽ നിന്ന് a സ്ക്വയർ ഈസ് 16 ഇൻറ്റു 4, ദാറ്റ് ഈസ് a സ്ക്വയർ ഈസ് 64. a ഈസ് 64ൻ്റെ റൂട്ട്, അതായത് 8. അപ്പോൾ a നമുക്ക് 8 എന്ന് കിട്ടും. അടുത്ത സി പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് സ്ക്വയർ പ്ലസ് ax പ്ലസ് b പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ a സ്ക്വയർ ഇസ് ഈക്വൽ ടു 4b എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എയുടെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും എന്ത്, b. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യാം. a സ്ക്വയർ ബൈ 4 ഈസ് b. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a സ്ക്വയർ ഈസ് 4b. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, a സ്ക്വയർ ഈസ് 4b. If the product of two consecutive odd numbers is 399, find the numbers. അടുത്തടുത്തുള്ള രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 399 ആണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇവിടെ
കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് നമുക്ക് എക്സ് എന്നും എക്സ് പ്ലസ് 2 എന്നും എടുക്കാം. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ്സ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 399 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് 399. ഇനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്, 2ൻ്റെ ഹാഫ് 1, അതിൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു, 1 സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണിത്. ഇവിടെ 399 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ആണ്, 399 പ്ലസ് 1 400. ഇപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് 400 എന്ന് പറയുന്നത് 20യുടെ സ്ക്വയർ ആണ്. നമുക്കറിയാം 400ൻ്റെ റൂട്ട് 20 എന്ന് പറയും, അല്ലെങ്കിൽ 20യുടെ സ്ക്വയർ ആണ് 400. നമുക്ക് 20യുടെ സ്ക്വയറും ആണ്, അതുപോലെ മൈനസ് 20യുടെയും സ്ക്വയർ 400 ആണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എക്സ് പ്ലസ് 1 ഈസ് 20 എന്നും എഴുതാം, പ്ലസ് 20യും ആവാം, മൈനസ് 20യും ആവാം. അതായത് മൈനസ് 20യുടെ സ്ക്വയറും 400 ആണ്, പ്ലസ് 20യുടെ സ്ക്വയറും 400 ആണ്. അപ്പോൾ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ലെങ്ത്ത് ബ്രെഡ്ത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് നമ്പേഴ്സാണ്, അപ്പോൾ അത് നെഗറ്റീവ് നമ്പേഴ്സും വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൂടി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 20, ഈ 1 ഇങ്ങോട്ട് വരുന്നു, മൈനസ് 1. ദാറ്റ് ഈസ് ഒന്നുകിൽ പ്ലസ് 20 മൈനസ് 1 ആയിരിക്കും. ഇപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടും. എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്ലസ് 20 മൈനസ് 1 ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് 20 മൈനസ് 1 ആയിരിക്കും. അതായത് ഇവിടെ എത്ര വാല്യൂസ് കിട്ടുന്നു? 20 മൈനസ് 1 19 ആണ്, ഓർ മൈനസ് 20 മൈനസ് 1 മൈനസ് 21. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എക്സും എക്സ് പ്ലസ് 2, അതായത് എക്സ് 19 ആണെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്ത് വരും? 21 വരും. അപ്പോൾ എക്സ് 19 ആണെങ്കിൽ 19ഉം 21ഉം ആയിരിക്കും ആ ഓഡ് നമ്പേഴ്സ്. ഇനി അതല്ല എക്സിന് നമ്മൾ മൈനസ് 21 കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് മൈനസ് 21 പ്ലസ് 2, അതായത് മൈനസ് 19 വരും. അപ്പോൾ ഇവിടെ ആദ്യം എക്സിന് 19 കൊടുക്കുകയാണെങ്കിൽ 19ഉം 21ഉം ആയിരിക്കും. അതല്ല എക്സിന് മൈനസ് 21 കൊടുക്കുകയാണെങ്കിൽ മൈനസ് 21ഉം മൈനസ് 19ഉം ആയിരിക്കും വാല്യൂസ് അല്ലെങ്കിൽ നമ്പേഴ്സ്. Question: Land is acquired for road widening from a square ground as shown in the figure. റോഡിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു സ്ക്വയർ ഗ്രൗണ്ടിൽ നിന്ന് റോഡിന് വേണ്ടിയിട്ട് ഇത്രയും സ്ഥലം എടുത്തിട്ടുണ്ട്. അതായത് വിഡ്ത്ത് ഓഫ് ദ അക്വേർഡ് ലാൻഡ് ഇസ് 2 മീറ്റേഴ്സ്. 2 മീറ്റർ വിഡ്ത്തിൽ, 2 മീറ്റർ വീതിയിൽ റോഡിന് വേണ്ടിയിട്ട് സ്ഥലമെടുത്തു. ഏരിയ ഓഫ് ദ റിമൈനിങ് ഗ്രൗണ്ട് ഈസ് 440 സ്ക്വയർ മീറ്റേഴ്സ്. ബാക്കി വരുന്ന ഏരിയ, ആ റിമൈനിങ് ഗ്രൗണ്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 440 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദ റിമൈനിങ്. ഷേപ്പ് നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം, അത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് ഗ്രൗണ്ട്. ഇനി ഈ ഒരു ആ റിമൈനിങ് ഗ്രൗണ്ടിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിലുള്ളൊരു ഗ്രൗണ്ടാണ്. ഇവിടെ 2 മീറ്റർ വിഡ്ത്തിൽ, അതായത് ഈ ഒരു വിഡ്ത്തിൽ റോഡ് വൈഡനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദ റിമൈനിങ് ഗ്രൗണ്ട്. റിമൈനിങ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പായി. അപ്പോൾ ആദ്യത്തെ എൻ്റെ ആൻസർ റെക്റ്റാങ്കിൾ. അതിൽ എ പാർട്ടിൻ്റെ ആൻസർ, അതായത് ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇനി അതിൽ ബി പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായി നമുക്ക് ആദ്യം ഈ സ്ക്വയറിൻ്റെ മൊത്തത്തിൽ ഈ സ്ക്വയറിൻ്റെ ഒരു ലെങ്ത്ത്, ഒരു സൈഡ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് 2 ആണെന്ന് നമുക്കറിയാം വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് എന്തായിരിക്കും? എക്സിൽ നിന്ന് ഈ 2 മൈനസ് ആവും, അപ്പോൾ എക്സ് മൈനസ് 2. അപ്പോൾ നമ്മുടെ ആ റിമൈനിങ് ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് എക്സും അടുത്ത സൈഡ് എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കറിയാം ഈ ഒരു റിമൈനിങ് ഗ്രൗണ്ടിൻ്റെ ഏരിയ 440 എന്ന് തന്നിട്ടുണ്ട്. ഏരിയ 440 ആണ്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2
ഈസ് 440. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് 440. ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് ഇവിടെ ഈ മൈനസ് 2, ഈ 2ൻ്റെ പകുതി 1 ആണ്. ആ 1ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. 1ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നാൽ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇവിടെ 440 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ആണ്. 441 എന്ന് കിട്ടും. അതായത് എക്സ് മൈനസ് 1 ഈസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് 441. ഏതിൻ്റെ സ്ക്വയർ ആണ്? 21ൻ്റെ സ്ക്വയർ ആണ്. എങ്ങനെ എഴുതാം? അതായത് എക്സ് മൈനസ് 1 ഈസ് 21. ഇവിടെ ലെങ്ത് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പ്ലസ് 21 എടുക്കുന്നുള്ളൂ. മൈനസ് 21ൻ്റെ സ്ക്വയറും 441 തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഒന്നും ഒരിക്കലും മൈനസ് ആവാത്തത് കൊണ്ട് നമ്മൾ പ്ലസ് പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എക്സ് ഈസ് ഈ -1 ഇങ്ങോട്ട് വരാം. 21 പ്ലസ് 1 ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 22. അപ്പോൾ നമ്മുടെ ലെങ്ത് എക്സ് ആണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുത്തത്. ലെങ്ത് എന്ന് പറയുന്നത് 22 മീറ്റർ.